ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? ഇന്നൊരു റെയിനി ഡേ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ കോളേജിൽ പോകാൻ വേണ്ടി മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ്. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എപ്പോഴാണ് മഴ പെയ്തതെന്ന്. അപ്പോൾ ഈവനിങ്ങും രാത്രിയൊക്കെ നല്ല മഴയൊക്കെ പെയ്യാറുണ്ടല്ലോ 2-3 ദിവസമായിട്ട്. പക്ഷേ ഇത് ഒരു ദിവസം രാവിലെ കോളേജിൽ പോകാൻ സമയത്ത് മഴ പെയ്തതാണ്. അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കുന്നുള്ളൂ. അതാണ് സത്യം. അങ്ങനത്തെ ഏറെ നേരത്തെ കതിരിന് ശേഷം നമ്മൾ ബസ് എത്തിയിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അക്കാദമിക്ക് കുറച്ച് നടക്കണം. അങ്ങനെ കുറച്ച് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയി, ഫുഡൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഈവനിങ് സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് പുറത്തൊക്കെ ഞാനിവിടെ ഒരാൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളിനോട് പറഞ്ഞിറങ്ങിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തെന്നോ ഞാൻ അപ്പം അതിലൂടെ പാസ് ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനിവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറേ സമയമായി. കാത്തിരിപ്പിന് ശേഷം കൊണ്ട് വലുതാ ആൾ ഈ ഭാഗത്ത് കൂടെ ഒക്കെ പോയാൽ പിന്നെ നമ്മളുണ്ടാവരെ വെറുതെ വിടണ്. അങ്ങനെതാ ഞാനും വണ്ടിയിൽ കയറി. അപ്പോൾ കാത്തിരുന്ന ആൾ ഈക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെ ആൾ വന്നതോ വണ്ടി ഫുള്ള് ലോഡിലാണ്. അങ്ങനെ ഈ ലോഡ് തട്ടാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതും കഴിഞ്ഞിട്ടേ വീട്ടിലെത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളും കുറേ ആയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഒന്ന് പോയി വന്നിട്ടിട്ടോ. അപ്പോൾ അങ്ങനെ പോകണം. അതാണ് എൻ്റെ ഫേസിൽ ഭയങ്കര ഹാപ്പിനെസ് ഒക്കെ കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതുകൊണ്ടാട്ടാ. അപ്പോൾ വീട്ടിലൊക്കെ പോകണമെന്ന് വിചാരിച്ചപ്പോൾ ബ്ലോക്കൊക്കെ കണ്ടില്ല നിങ്ങൾ. ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു. ഒക്കെ കഴിഞ്ഞ് രക്ഷപ്പെട്ടപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു ഉള്ളേരിയൊക്കെ കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു ഭാഗം കാണാൻ. ഒരു ഇരുട്ടൊക്കെ മൂടി മഴയൊക്കെ ഇങ്ങനെ പെയ്ത് തോർന്ന ആ ഒരു സമയവും ഇരുട്ടും എല്ലാം കൂടെ ആയപ്പോൾ നല്ല രസമല്ലേ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്ക് വെളിച്ചത്തെക്കാട്ടി ഇഷ്ടം ഭയങ്കര ലോഡ് തട്ടാണ്ടായിരുന്നത് കോട്ടക്കൽ ഈ ഒരു ഭാഗത്ത് തന്നെയാണ്. ലോഡ് തട്ടുന്ന സ്ഥലത്ത് ലോഡ് തട്ടിക്കയ്യ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാനെന്നുള്ളൊരു മനസ്സിലാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലിരിക്കണത് കേട്ടോ. അതല്ലെങ്കിലും നമ്മൾ പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ. നമ്മളെ വീട്ടിൽ പോയി വരിക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ. അപ്പോൾ പേഴ്സണലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് വിചാരിച്ച് ഇക്കാൻ്റെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലായി, താല്പര്യമില്ലായി അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. പക്ഷെ നമ്മളെ വീട്ടിൽ പോയി വരിക എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷം അത് വേറെ തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഞാൻ കേട്ടോ. അങ്ങനെ ഇതിൽ കയറി ഉടനെ തന്നെ എനിക്ക് 1-2 കോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തേണ് അവളും വരുന്നുണ്ട്. അവളെ ഹസ്ബൻഡ്, അതായത് എൻ്റെ അളിയനൊക്കെ ഗൾഫിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റായിട്ട് മീറ്റ് ചെയ്യാണ് കേട്ടോ അളിയനെ. കുറേ അതിലൊക്കെ പോയിട്ട് 1 വർഷമായിട്ടുണ്ടായിരുന്നു പോയിട്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഷെസൂനെ പിക്ക് ചെയ്ത് മാറ്റി ഒരുങ്ങിയിട്ട് വേണം എൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. അങ്ങനെ വരുന്ന വയലിൽ ഇതായിപ്പോൾ പെട്രോൾ പമ്പിലൊക്കെ കയറിയിട്ട് എണ്ണ കടിക്കുന്നുണ്ട്. നമ്മളെങ്ങനെയും വീട്ടിലെത്തണമെന്ന് വിചാരിക്കുമ്പോൾ ഇയാളത് എണ്ണ കടിക്കാൻ വേണ്ടി കയറുക കേട്ടോ. അങ്ങനെ വീട്ടിലൊക്കെ എത്തി മൈരിപ്പാൻ കൊടുത്ത് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ഫ്രൂട്ട് കടയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം ഫ്രൂട്ട് കട തന്നെയാണ്. അങ്ങനെ ഇവിടുന്ന് 1-2 ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഷെസൂട്ടനാണെങ്കിൽ ഫ്രൂട്ട്സ് കടയിലൊക്കെ കയറുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഓരോരോ ഫ്രൂട്ട്സൊക്കെ എടുത്ത് പൊന്തിച്ചത് ആപ്പിളാണ്, ഇത് ബനാനയാണ്, എന്തൊക്കെയാണ് കാട്ടേണ്ടതെന്ന് മൂപ്പരിക്കാൻ അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് ഓടുണ്ട് മഴ പെയ്യുമോ എന്നുള്ള ടെൻഷനിലാണ് ഞാനും കേട്ടോ. അപ്പോഴത്തേക്കും വീട്ടിലെത്തണം മഴ പെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ നമ്മൾ ഇവിടെ നിന്നൊക്കെ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി. പക്ഷേ അവിടുത്തെ ആ എല്ലാവരെയും കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ മറന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മളെത്തിയപ്പോഴത്തേക്കും അളിയനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഫുഡൊക്കെ വിളമ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഉപ്പ നല്ല സ്പെഷ്യൽ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പയും ഉപ്പാക്ക് ഹെൽപ്പറും ഉമ്മയും രണ്ടാളും കൂടെ ഉണ്ടാക്കിയതാണ്. എന്തായാലും വിളമ്പിൽ ഞാൻ തന്നെ ആയിക്കോട്ടെ വിചാരിച്ച് ഞാനത് മിക്സ് ചെയ്യാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നേരെ ഇവള് വന്നിട്ടുണ്ട് ഈ ഒരു ബിരിയാണി ചെമ്പ് കാണുന്നു കേട്ടോ. അങ്ങനെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ഇരുന്ന് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫുഡ് വിളമ്പുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡ് വിളമ്പാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ആ സമയത്തൊന്നും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴെങ്കിലും കുറേ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ വന്നിട്ട്. അതിൻ്റെ ഒരു വെപ്രാളും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വിളമ്പാൻ സമയത്ത് എനിക്ക് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്താണ്. പിന്നെ നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മന്തിക്കാട്ടി ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ. എന്നെപ്പോലെ ബിരിയാണി ലവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റൊക്കെ ഇട്ടോളി. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇതാ വിളമ്പി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയും. ആഹാ, എന്താല്ലേ കോമ്പിനേഷൻ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ആക്കുക കേട്ടോ. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയത് ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് ഉപ്പാനെ കാണിക്കാൻ ഞാൻ ഭയങ്കര മോശമല്ലേ. അപ്പോൾ ഇതാണ് കേട്ടോ ഉപ്പാനെ നിങ്ങൾ വേറെ ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാകും. നമ്മുടെ ഷൂഡൻ്റെ കമ്പനിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷൂഡൻ്റെ എല്ലാ കമ്പനീൻ്റെ പരസ്യത്തിലും ഉപ്പാനെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ചാനലിൽ മാത്രം നിങ്ങൾ ഉപ്പാനെ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു പരാതിയും തീർന്നില്ലടോ. ഇനി നമുക്ക് ഫുഡ് അയക്കാം. വരി. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് അവസാനം ഇവനെ മറന്നിട്ടുണ്ട്. ഇവനില്ലാതെ ബിരിയാണി പൂർത്തിയാവുമോ? ഇല്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ കുറവും നമ്മൾ നികത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാറ്. അങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനിതാ ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് ഇതാ ഫസ്റ്റ് ഉരുളൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള ചോറ് ഇതാ കുറച്ച് ഞാൻ പുതിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വല്യമ്മ ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഉമ്മയുടെ ഉമ്മ. അപ്പോൾ പിന്നെ എല്ലാവരും ഉമ്മാൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കുറേ സമയം ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതാ നമ്മുടെ കുട്ടിപ്പാട്ടാളംസിൻ്റെ കുറച്ച് കളികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പിന്നെ ഇതാ ടേബിളിൽ വന്ന് നോക്കിയപ്പോൾ ഇതാ ഉമ്മ വത്തക്കൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറ് ഇന്നാത്ത 2 കള്ളന്മാരുണ്ടായിരുന്നു. ആ 2 കള്ളന്മാർ ഇതാ വത്തക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. ആ 2 കള്ളന്മാർ ഇതാ എൻ്റെ ഷെസൂട്ടനും അതുപോലെ തന്നെ മാസിക്കുട്ടനുമാണ് കേട്ടോ. അങ്ങനെ ഒരാൾ ഇതാ അവിടെ വത്തക്കൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരാൾ ഇതാ ആക്രി സാധനങ്ങളൊക്കെ പൊറുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ ആർക്കുണ്ടാക്കും ആക്കെന്തിനാ ഈ ആക്രിന്ന്? അയാൾക്കൊരു ചാനലുണ്ട്, തബ്ഷിറ സഫീർ എന്നാണ് പേര്. ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ആണ് അപ്ലോഡ് ചെയ്യല്. പിന്നെ ഇവർ ഇതാ ഈ കാറിൻ്റെ എന്തൊക്കെയോ സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം അതാ 10, 11, 12 മണി ആയിട്ടുണ്ട്. പിന്നെ തിരിച്ച് വീട്ടിൽ തന്നെ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ വരുമ്പോഴുള്ള എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫേസിലൊന്നും കാണുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, നമ്മൾ വരുമ്പോഴുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും നമ്മൾ പോകുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ പുറത്ത് ഇതാ അവനെ നല്ല രസത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ ഓനെ ഒരു വീഡിയോ എടുത്തിട്ടാ. ഷെസൂനല്ല, റോസാപ്പൂവിനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിൻ്റെ ഒരു കൊമ്പ് തരുമെന്ന് വെച്ചാൽ ആരും മെസ്സേജ് അയക്കണ്ട, 50 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് ഈ ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.